പുറത്ത് ആ കട്ടിലെ തന്നെ ഇരുന്ന പുറത്തെ ജനല് എല്ലാം കാണാൻ പറ്റും, മനസ്സിലായി. പക്ഷേ എഴുന്നേറ്റ് നോക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു വരുത്ത് പോക്കുണ്ട്, ഇത് സംഭവം ശരിയാണെന്ന് പറഞ്ഞു. താഴത്ത് കിടക്കാൻ പറഞ്ഞ് രാത്രി ആയപ്പോഴത്തേക്ക് ഒരാള് എൻ്റെ ശരീരത്തിൽ കിടക്കുന്ന പോലെ, ഒരു ലേഡി കിടക്കുന്ന പോലുള്ള ഫീൽ. വൈഫ് താഴെ കിടക്കുന്നതായിട്ടെല്ലാം എനിക്കറിയാം. എൻ്റെ ശരീരത്തിൽ ബലപ്രയോഗം എന്താണ്, ഈ ബലാത്സംഗം ചെയ്യാൻ കിടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഫീല് വരും. അപ്പോൾ ചോദിച്ചു ഈ ശരീരം വിട്ടുപോകുന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങൾ അറിയുന്നു. ഇവർ ഇടയ്ക്ക് മെഡിറ്റേഷന് മുമ്പിൽ ആരോ നിൽക്കുന്നു എന്ന് പറഞ്ഞ് കണ്ണ് തുറന്നത് ഒരു കറുത്ത രൂപം കണ്ടു. അപ്പോൾ ഈ കാഞ്ഞിര മരം ഇവർ വെട്ടി കത്തിച്ചു. അപ്പോൾ ഈ കാഞ്ഞിര മരത്തിൽ പല ആത്മാക്കളെയും സ്ഥാപിച്ചിരുന്നു. നമ്മളിപ്പോൾ ഒരാളെ പുറത്തു വിടുമ്പോൾ അവർക്ക് വേണ്ട ചെലവിന് കൊടുത്തിട്ട് വേണ്ടേ പുറത്തു വിടാനായിട്ട്. ആത്മാക്കളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആ ഒരു ശുദ്ധീകരണം നടത്തി വേണം പുറത്തു വിടാൻ. ഇത് ഇവരും അറിയുന്നില്ല. ഇത് വെട്ടി അവരെ അതിൽ നിന്ന് എന്താണ് ഇത് ആവാഹനം ചെയ്ത് അതിൽ നിന്ന് സ്വതന്ത്രരാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പിരീഡ് പറയും 36 വർഷം അത്രയെന്ന് പറഞ്ഞ പിരീഡ് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞാൽ ഒരു പീരീഡ് ഉണ്ട് ബന്ധനത്തിന്. ആ ചെയ്ത ക്രിയ അനുസരിച്ച് അവിടെയുണ്ട്. പിന്നെ ചെയ്ത എന്താണെന്ന് വെച്ചാൽ അമ്പലത്തിലേക്ക് പട്ട് അതൊക്കെ കൊണ്ട് കൊടുക്കുകയായിരുന്നു. കാര്യം ചില എനർജീസ് ഈ പറയുന്നത് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, കോസ്മിക് കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സെന്ന് വേണമെങ്കിൽ പറയാം. വടക്കൻ ജില്ലകളിലുള്ള ഒരാളായിരുന്നു, അഷ്ടമംഗല്യം പ്രശ്നം വന്നു. അദ്ദേഹം അപ്പോൾ ഒരു അനുഭവം പറഞ്ഞു. ഇതര മതസ്ഥരുടെ വീട്ടിൽ അദ്ദേഹം അഷ്ടമംഗല്യ പ്രശ്നം വെക്കാൻ പോയതെന്ന് വെച്ചാൽ ആ വീട്ടിലുള്ളവർക്ക് പലവിധ അസുഖങ്ങൾ. ഇതര മതസ്ഥരാണ് അവർ. വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു കാഞ്ഞിര മരം നിന്നിരുന്നു. ഇവർ ഒരു സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് അവിടെ ഒരു കാഞ്ഞിര മരം നിന്നിരുന്നു. അപ്പോൾ ഈ കാഞ്ഞിര മരം ഇവർ വെട്ടി കത്തിച്ചു. അപ്പോൾ ഈ കാഞ്ഞിര മരത്തിൽ പല ആത്മാക്കളെയും സ്ഥാപിച്ചിരുന്നു. അവരൊക്കെ ഫ്രീ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കംപ്ലീറ്റ് ആകാണ്ട് ഫ്രീ ആയി. നമ്മളിപ്പോൾ ഒരാളെ പുറത്തു വിടുമ്പോൾ അവർക്ക് വേണ്ട ചെലവിന് കൊടുത്തിട്ട് വേണ്ടേ പുറത്തു വിടാനായിട്ട്. ആത്മാക്കളാണെങ്കിൽ അവർക്ക് അതിൻ്റെ ആ ഒരു ശുദ്ധീകരണം നടത്തി വേണം പുറത്തു വിടാൻ. ഇത് ഇവരും അറിയുന്നില്ല. ഇത് വെട്ടി അവരെ അതിൽ നിന്ന് എന്താണ് ഇത് ആവാഹനം ചെയ്ത് അതിൽ നിന്ന് സ്വതന്ത്രരാക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ ആ ഒരു പിരീഡ് പറയും 36 വർഷം അത്രയെന്ന് പറഞ്ഞ പിരീഡ് പറഞ്ഞാണ് അങ്ങനെ പറഞ്ഞാൽ ഒരു പിരീഡ് ഉണ്ട് ബന്ധനത്തിന്. ആ ചെയ്ത ക്രിയ അനുസരിച്ച് ഒരു പിരീഡ് ഉണ്ട്. അതനുസരിച്ചാണ് ഇവർ ഇതാകുന്നത്. പക്ഷേ ഇത് വന്നിട്ട് ഇവർക്ക് ഈ ഫാമിലിയിലുള്ളവർക്ക് ഇത് പല വിധത്തിലുള്ള പ്രശ്നം, ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് വന്നിട്ട് ഈ അഷ്ടമംഗല്യം ഞാൻ കേട്ടിട്ട് ഒരു 4-5 മാസേ ആയിട്ടുള്ളൂ കേട്ടോ. ഈ സംഭവം അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം പോയെന്ന് പറഞ്ഞ സ്ഥലവും ആ ഇതും പറഞ്ഞ് ഏത് മതസ്ഥരായിരുന്നു എന്നും പറഞ്ഞ് ഞാൻ അതിൻ്റെ പ്രതിവിധി പറഞ്ഞ് ഹിന്ദുമത ആ ആചാരപ്രകാരമുള്ള പ്രതിവിധി പറഞ്ഞ് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ രക്ഷപ്പെട്ടത്. അതുപോലെ ഈ കുട്ടിയുടെ കാര്യത്തിൽ പിന്നെ ഈ സാറ് പറയുകയാണ് എൻ്റെ ഒരു ജന്മത്തിലെ അമ്മാവനോ അല്ലെങ്കിൽ അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ചെയ്യാമെന്ന് സാറ് വാക്ക് കൊടുത്തു. ഞാൻ ഇത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ കുട്ടി ഇത് അപ്പോൾ ചോദിച്ചു ഈ ശരീരം വിട്ടുപോകുന്നുള്ളതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചു. അത് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞു. മനസ്സിലായി? ആ തെളിവ് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞ് പക്ഷേ പറഞ്ഞ വാക്ക് പാലിക്കണമെന്ന് പറഞ്ഞു. സാറിൻ്റെ അടുത്ത് പറഞ്ഞു. ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഇവർ പെട്ടെന്ന് മറിഞ്ഞു പുറകിലോട്ട് പറഞ്ഞത് 2-3 പേര് പിടിച്ചിട്ടാണ് ആ ബോഡി നിൽക്കുന്നത്. ആ സമയത്ത് അവിടെ മൈക്ക് നിന്നിരുന്നത് അപ്പോൾ തുടങ്ങി. അതുകൂടാണ്ട് ഒരു കാറ്റ് അവിടെ ഭയങ്കര ആഞ്ഞു വീശി. പിന്നെ സാറിനോട് ചോദിച്ചു, സാറേ ഇങ്ങനെയുള്ള കാര്യം ചെയ്യണമെന്നുണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ചെയ്യണം. കാര്യം അതൊരു എനർജിയാണ്. ഞാനത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തിരിച്ചടിക്കും. ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു. ഏതോ ഒരു ക്ഷേത്രത്തിൽ, തിരുവല്ലമാണോ എവിടെയാണോ എന്നറിയില്ല, അദ്ദേഹം പോയി ചെയ്തു. കാര്യം നമ്മളത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു. കാര്യം ഇതെല്ലാം ഒരു സൂപ്പർ കോൺഷ്യസുമായിട്ട് ബന്ധമാണ്. ഈ പറയുന്നത് കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസ്, കോസ്മിക് കോൺഷ്യസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അത് ദൈവത്തിൻ്റെ മനസ്സെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ അംശങ്ങളാണ് നമ്മളെല്ലാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാത്ത പക്ഷം ഇതൊരു കാർമിക് എനർജിയായിട്ട് നമ്മൾ കിടക്കും. അപ്പോൾ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ഒരു മാന്ത്രികനായിരുന്നു എന്ന് പറഞ്ഞു. ഇദ്ദേഹം പക്ഷേ സയന്റിഫിക് ആയിട്ട് ഹിപ്നോട്ടിസം എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് രണ്ടും മാം കേട്ടതാണ്. ഇതുപോലെ ഈ 2 കഥകൾ ഉണ്ടല്ലേ? അത് ഞാൻ കേട്ടിട്ടില്ല. അതുപോലെ ഈ ഒരു കുട്ടി ഈ മൈക്ക് നിർത്തിക്കുന്നുണ്ട്. ആ അമ്പലത്തിലെ മൈക്കുണ്ടല്ലോ, അത് ഇവര് തന്നെയാണെന്ന് അറിയില്ല. ഈ വർക്ക് ചെയ്യുന്ന മൈക്ക് നിർത്തിക്കാൻ പറഞ്ഞു. അതും നിർത്തി. ഈ നാസിക് ഡോല് നിർത്തിയ പോലെ ഒരാൾ ആ മൈക്ക് നിർത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന പോലെ. പക്ഷെ ഇവരാരും
ഓൺ സ്ക്രീനിൽ ഇത് സമ്മതിക്കില്ല. ഇത് ഇങ്ങനത്തെ ഒരു സോളിന്റെ ഇതാണെന്നുള്ളത് സമ്മതിക്കില്ല. അദ്ദേഹം ഈ കഥ പറയുന്നുണ്ട്. അദ്ദേഹം ആ കഥ പറഞ്ഞെങ്കിൽ നമ്മൾ ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് വിശദമായിട്ട് ഒരു വർഷം മുമ്പാണെന്ന് തോന്നുന്നു. ഇല്ല, 1 വർഷം ആകുന്നതേ ഉള്ളൂ. ഞാനത് കേട്ടു നോക്കാം. ഇത് ഞാൻ നേരിട്ട് കണ്ട ഒരു കാര്യമാണ്. നമുക്ക് വീഡിയോ ഒന്നുമില്ല, അദ്ദേഹം ഈ കഥ പറഞ്ഞു തരുന്നതാണ്. ഇത് ഞങ്ങളെ ആ വീഡിയോ ഇദ്ദേഹം ഹിപ്നോട്ടൈസ് ചെയ്യുന്ന ആ വീഡിയോ എടുക്കുന്നുണ്ട്. ഇദ്ദേഹം എടുക്കുന്നുണ്ട്. അത് ക്ലാസ്സിൽ പുറത്ത് കാണിക്കുകയല്ല, നമ്മൾ ക്ലാസ്സിൽ നമ്മളെ അത് കാണിക്കുന്നുണ്ട്. നമുക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും അനുവാദമില്ല. ഈ പ്രേതങ്ങളെ കുറിച്ച് സംസാരിച്ചത് കൊണ്ടാണ്, ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരാളാണ്. ഏതെങ്കിലും സമയത്ത് ഇത്തരത്തിലുള്ള ഒരു എനർജി ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്, ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ഞാൻ കാർവാറിൽ ചെറുപ്പത്തിലുണ്ട്. ചെറുപ്പത്തിൽ എനർജിയുടെ ഫീലിംഗ് ഉണ്ട്. അതുകൂടാണ്ട് എനിക്ക് ഒരു ഇതാകുമ്പോൾ കാർവാറിൽ ഞാൻ ചെണ്ടിയ എന്ന് പറഞ്ഞൊരു ബ്രാഞ്ചിൽ മാനേജറായിരുന്നു. കാർവാർ നേവൽ ബേസിൻ്റെ അടുത്തുള്ള ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ അവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്ത്, കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, അവിടെ വീട് വാടകയ്ക്ക് എടുത്ത് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഒരു രാത്രിയിൽ എത്രയോ സമയം, 2 മണി 2:30 മണി. അപ്പോൾ ഞാൻ സമയം നോക്കാറില്ല, രാത്രി എഴുന്നേറ്റ് സമയം നോക്കിയാൽ ഇനി ഇത്ര മണിക്കൂറേ ഉള്ളൂ ഇല്ല എന്ന് പറഞ്ഞ് ഉറക്കം വീഴുക. ആ സമയത്ത് ചെലങ്കയുടെ സൗണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതം മാറി കേട്ടോ, ഒരു പോസിറ്റീവ് ഇതിലേക്ക് ആ ജീവിതം മാറി. അപ്പോൾ ജനല് കൂടി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, വെളിച്ചമുണ്ട്, ഒരു നിലാവുണ്ട്, സൗണ്ടൊന്നും കേട്ടിരുന്നില്ല. വൈഫുണ്ട്, കുട്ടികൾ വേറെ റൂമിലാണ്. അപ്പോൾ ഞാൻ വൈഫിൻ്റെ കാലയിലൊക്കെ തപ്പി നോക്കുന്നുണ്ട്, പാദസരം കിലുങ്ങുന്നതാണ്. പക്ഷെ പാദസരം കിലുങ്ങുന്നതല്ല, അതിലും ശക്തമായൊരു സൗണ്ടാണ്. ഒരു ഇങ്ങനെ ഇതാകുന്ന പോലെയാണ്, നടക്കുന്ന പോലെയാണ് തോന്നുന്നത്. അപ്പോൾ കോൺഷ്യസ് ആണ് ഞാൻ. കട്ടിലേന്ന് എഴുന്നേറ്റ് നോക്കുന്നുണ്ട്, ജനലിൽ പുറത്ത് ആ കട്ടിലേ തന്നെ ഇരുന്ന പുറത്തെ ജനല് എല്ലാം കാണാൻ പറ്റും, മനസ്സിലായി. പക്ഷേ എഴുന്നേറ്റ് നോക്കാൻ പറ്റുന്നില്ല, നമ്മുടെ ശരീരം ചലിക്കുന്നില്ല. സ്ലീപ്പ് പാരാലിസിസ് എന്ന് തീർത്ത് പറയാൻ പറ്റില്ല, ആ കട്ടിലേന്ന് ഇറങ്ങാൻ പറ്റുകയില്ല നമുക്ക്. ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. ഒന്ന് പക്ഷേ തീവ്രമായ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മൂവ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, മനസ്സിലായി. ഇത് പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് വീടിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളവരുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞത് ഇവിടെ ഒരു വരുത്ത് പോക്കുണ്ട്, ഇത് സംഭവം ശരിയാണെന്ന് പറഞ്ഞു. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാലക്കാടെന്ന് VRS കൊടുക്കാൻ ഇതും ഒരു റീസണാണ്. ഞാൻ VRS എന്ന് പറഞ്ഞാൽ ഈ ഒരു റീസൺ ഉണ്ട്, ഇതാർക്കും അറിയില്ല. എൻ്റെ വൈഫിന് അറിയാം ഈ സംഭവം. അപ്പോൾ പാലക്കാട് ഞാൻ ട്രാൻസ്ഫറായി 2021 ജൂലൈയിലോ മറ്റേ ട്രാൻസ്ഫറായിട്ട് അവിടെ ഒരു വീട് നമ്മൾ ഒരു വീടിൻ്റെ മുകളിലത്തെ ഭാഗം പോർഷൻ വാടകയ്ക്കെടുത്ത് താമസിക്കുന്നത്. നല്ല ഇതാണ്. അതിൻ്റെ മുകളിലത്തെ ഒരു ഇതിൽ നോക്കിയാൽ മറ്റേ മലമ്പുഴ ഡാമിൻ്റെ ഇതൊക്കെ കാണാം. നല്ല ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, പിള്ളേർക്കും എല്ലാം ഇഷ്ടപ്പെട്ടു. ഭയങ്കര സീനറി ഒക്കെയാണ്. നമ്മളും അവിടെ ഒരു 2 വർഷമൊക്കെ നിൽക്കാം എന്നൊക്കെ ഒരു പ്ലാൻ. 2 വർഷം നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ VRS എടുക്കാമെന്നെല്ലാം പ്ലാൻ ഇട്ടു. പക്ഷേ ഒരു സമയത്ത് വൈഫിന് ജലദോഷം വന്നു. അപ്പോൾ ജലദോഷം വരുമ്പോൾ എനിക്ക് ജോലിക്കൊക്കെ പോകണമല്ലോ, അപ്പോൾ മാറി കട്ടിലേ കിടക്കുകയല്ല, താഴത്ത് കിടക്കാൻ പറഞ്ഞു. രാത്രി ആയപ്പോഴത്തേക്കും ഒരാൾ എൻ്റെ ശരീരത്ത് കിടക്കുന്ന പോലെ, ഒരു ലേഡി കിടക്കുന്ന പോലുള്ള ഫീൽ. എനിക്ക് ബോധമുണ്ട്, എൻ്റെ ഉറക്കത്തിലല്ല, ബോധമുണ്ട്. വൈഫ് താഴെ കിടക്കുന്നതായിട്ടെല്ലാം എനിക്കറിയാം. ഈ അറിഞ്ഞിട്ട് ഈ ഇത് അനക്കാൻ പറ്റുന്നില്ല എനിക്ക്. എൻ്റെ ശരീരത്തിൽ ബലപ്രയോഗം എന്താണ്, ഈ ബലാത്സംഗം ചെയ്യാൻ കിടക്കുന്നു എന്ന് പറയുന്ന ആ ഒരു ഫീല് വരുന്നു, മനസ്സിലായി. ഇങ്ങനെ വന്ന് ഒരു വല്ലാത്ത അവസ്ഥ. ആ സമയത്ത് നമ്മുടേതായ ഉപാസന ഇതെന്തോ ആണെന്ന് മനസ്സിലായിക്കൊണ്ട് നമ്മൾ കുറച്ച് മനസ്സ് അത് കോൺസെൻട്രേറ്റ് ചെയ്ത് മന്ത്രം ജപിച്ചപ്പോൾ ഇത് വിട്ടു, റിലീസായി കഴിഞ്ഞിട്ട് വൈഫിനോട് പിറ്റേ ദിവസം പറഞ്ഞ് ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി എന്ന് പറഞ്ഞു. അത് നിങ്ങൾക്ക് തോന്നിയതായിരിക്കും എന്ന് പറഞ്ഞു. നമ്മൾ ശരിയെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ, താഴത്ത് അന്ന് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും താഴത്ത് ഓണറുടെ അടുത്ത് ചോദിച്ചു, ഇവിടെ ഇതിൻ്റെ അടുത്ത് എന്താ സംഭവം എന്ന് ചോദിച്ചു. അതിൻ്റെ പുറകിലൊരു പഴയ ഇതുണ്ട്. അപ്പോൾ അവിടെ ഒരു ദേവിയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്, ഒരു സങ്കല്പമുണ്ട്. അവിടുത്തെ ഒരു മെയിൻ അമ്പലത്തിൻ്റെ സങ്കല്പം അവിടെയുണ്ട്. പിന്നെ ചെയ്തതെന്നാണെന്ന് വെച്ചാൽ, അമ്പലത്തിലേക്ക് പട്ട് അതൊക്കെ കൊണ്ട് കൊടുക്കുകയായിരുന്നു. കാര്യം ചില എനർജീസ് നമ്മൾ ഉപാസന ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിക്കും, മനസ്സിലായി. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കല്ല, അവരവിടെ ഉണ്ടെന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കുറച്ച് പിന്നെ അവിടെ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇവർക്കും പവർ കൊടുക്കുന്ന ഒരു ഇതുപോലെ ഞാൻ ഈ 3rd ക്ലാസ്സിന് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പ്രൊഫഷണൽ ഡിഗ്രി ഉള്ള ഒരാൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ ഇതിലൊരു കാര്യം പറയും, ഇപ്പോൾ ചിലർ വന്ന് ഇതിൻ്റെ താഴെ ഇത് പറയുന്നുണ്ട്, അപ്പോൾ ആ ഗുരു ശരിയല്ല, ഈ ഗുരു ശരിയല്ല.
ഒരു കാര്യം പറയാം, ഇപ്പോൾ നമ്മൾ മാം ചിന്മയ വിദ്യാലയം പഠിച്ചു അല്ലേ? മാമിൻ്റെ മാർക്ക് എല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ഇല്ല. എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെ നിലവാരം അനുസരിച്ചാണ്, അതെ, പഠന നിലവാരവും സാഹചര്യവും എല്ലാം വിചാരിച്ചു. അതുപോലെ ഒരു ഗുരുക്കന്മാരും അവർക്ക് നമ്മളിലേക്ക് ഒന്നും ഫീഡ് ചെയ്യാൻ പറ്റുകയില്ല. നമ്മളിൽ എന്തുണ്ടോ ആ എനർജി അവർക്ക് എന്താണ് അതിനെ തെളിയിച്ചു തരാൻ പറ്റും. അവർക്കൊരു ചെറിയ പവർ തന്ന് നമ്മളിൽ ഉള്ളിലുള്ള ഏതോ ജന്മങ്ങളായിട്ട് നമ്മളിലുള്ള എനർജിയാണ് അവർ ഊതി കാച്ചി തരുന്നത് നമുക്ക്. അല്ലാണ്ട് അത് കിട്ടിയാലും നല്ലത്, കിട്ടിയില്ലെങ്കിലും നമ്മൾ ഏതെങ്കിലും ഗുരുവിനെ കണ്ടാൽ അത് ആരും ആകട്ടെ, ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യാനി ആകട്ടെ, ഇസ്ലാം ആകട്ടെ, സിഖുകാരനാകട്ടെ, ആരാകട്ടെ, അദ്ദേഹത്തെ നമ്മളെ മുമ്പിൽ എത്തിച്ചത് ഏതോ നമ്മുടെ മുജ്ജന്മ നിയോഗങ്ങളാണ്. അപ്പോൾ അവരെ നമ്മൾ ബഹുമാന പുരസ്കരം ഇത് ചെയ്യുക. അവർ ചെയ്യുന്ന പല കാര്യങ്ങളും എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ലാത്ത കാര്യങ്ങളുണ്ട്. പക്ഷേ അവർ തന്ന വിദ്യ നമ്മൾ ബഹുമാനിക്കുക. ഇതാണ് അത് ഒരു കാര്യം എല്ലാവരോടും പറയുകയാണ്, ദയവ് ചെയ്ത് അത് ശ്രദ്ധിക്കുക. പക്ഷേ ഇത് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, അതിൻ്റെ ഒന്നും കാര്യമില്ല, ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഇതാണ്. അപ്പോൾ ഈ പ്രൊഫഷണൽ അക്കാഡമി ഇവർ മെഡിറ്റേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇവർ ഈ ദീക്ഷ എടുത്തിട്ട് പോയ ദിവസം ഇവിടെ വീട്ടിലുള്ളവർക്ക് തന്നെ വ്യത്യാസം മനസ്സിലായി. ഇവർക്ക് പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മാം ഒരു കാര്യം ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് പറയും ഒന്ന് ബ്ലെസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വിളിക്കും. ഞാൻ പറഞ്ഞു ഇത് ചെന്ന് ചെയ്യും മാമിൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞ് പോയപ്പോഴത്തേക്ക് ഇവരുടെ വ്യത്യാസങ്ങൾ വീട്ടിൽ തന്നെ മനസ്സിലായി. അപ്പോൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ പല കാര്യങ്ങളും നമ്മൾ അറിയും. ഇവർ ഇടയ്ക്ക് മെഡിറ്റേഷന് മുമ്പിൽ ആരോ നിൽക്കുന്നു എന്നും പറഞ്ഞ് കണ്ണു തുറന്നത് ഒരു കറുത്ത രൂപം കണ്ട്